ആലപ്പുഴയിൽ ഇടയ്ക്കിടെ അതിശക്തമായ മഴയും കാറ്റും ഇപ്പോഴും തുടരുന്നു. രാവിലെ മാരാരിക്കുളത്ത് മരം കടപുഴകി വീണതിനെ തുടർന്ന് ട്രെയിൻ ഗതാഗതം 1 മണിക്കൂറിലധികമാണ് തടസ്സപ്പെട്ടത്. കിഴക്കൻ വെള്ളം കൂടി എത്തിയതോടെ കുട്ടനാട്ടിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം ഉയർന്നു തുടങ്ങി. ആറാട്ടുപുഴയിൽ കടലേറ്റം അതിരൂക്ഷമാണ്. രഘുനാഥ് നാരായണനാണ് വിവരങ്ങളുമായി ചേർന്നത്. ഇപ്പോൾ കാണുന്നത് ആറാട്ടുപുഴയിൽ നിന്നുള്ള ആലപ്പുഴ തീരത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ്. കടലേറ്റം അതിരൂക്ഷമായി തുടരുകയാണ്. അതേസമയം തന്നെയാണ് ആശങ്കയായി കുട്ടനാട്ടിലെ ജലനിരപ്പ് ഉയരുന്നു എന്ന വിവരം കൂടി രഘു പങ്കുവയ്ക്കുന്നത്. രഘു, കുട്ടനാട്ടിലെ ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയാണ്? തീരത്തെ സ്ഥിതി എങ്ങനെയാണ്? കുട്ടനാട്ടിൽ കിഴക്കൻ വെള്ളം കൂടുതലായി എത്താനുള്ള സാധ്യതയുണ്ടോ? മഴ തുടരുമെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അപകടകരമായ സാഹചര്യം ഉണ്ടാകുമോ? പത്തനംതിട്ടയുടെ കിഴക്കൻ മേഖലയിൽ പെയ്യുന്ന മഴയാണ് കിഴക്കൻ വെള്ളമായി കുട്ടനാട്ടിലേക്ക് എത്തുന്നത്. സ്വാഭാവികമായി തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പത്തനംതിട്ടയുടെ കിഴക്കൻ മേഖലയിൽ റാന്നി പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ അതിശക്തമായ മഴയായിരുന്നു. ആ വെള്ളമെല്ലാം പമ്പയിലൂടെയും അച്ചൻകോവിലാറ്റിലൂടെയും ഒക്കെ ഇങ്ങ് കുട്ടനാട്ടിലാണ് ഒഴുകിയെത്തി അവസാനിക്കുന്നത്. സ്വാഭാവികമായിട്ട് തന്നെ കുട്ടനാട്ടിലെ മുക്കാനുള്ളൊരു സാധ്യതയാണ്. പക്ഷേ അതിൻ്റെ ഒരു തീവ്രത കുറവാണ്. കാരണം ഒരു സാധാരണ നിലയിൽ 2-3 ദിവസം കൊണ്ടൊക്കെ വെള്ളം പൊങ്ങിക്കയറുന്നത് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ചെറിയ രീതിയിൽ വെള്ളം പൊങ്ങി തുടങ്ങുന്നുണ്ട്. നാളെയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു പക്ഷേ കുട്ടനാട്ടിലെ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ പൂർണ്ണ അർത്ഥത്തിൽ വെള്ളത്തിനടിയിലാവാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് തീരത്തേക്ക് വരികയാണെങ്കിൽ, കടൽ തീരത്തേക്ക് വരികയാണെങ്കിൽ കടൽക്ഷോഭത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആറാട്ടുപുഴ മുതൽ ഏകദേശം തോട്ടപ്പള്ളി വരെയുള്ള സ്ഥലങ്ങളിൽ അതിശക്തമായ തിരയാണ്, വേലിയേറ്റമാണ്. അതുകൊണ്ട് തന്നെ ഈ കിഴക്കൻ വെള്ളം വരുമ്പോൾ തോട്ടപ്പള്ളി സ്പിൽവേയിലൂടെ കടലിലേക്ക് ഈ വേലിയേറ്റ സമയത്ത് പോകുന്ന അളവ് കുറയുകയും ചെയ്യും. ആ വേലിയേറ്റവും തീരത്തിന് മാത്രമല്ല കുട്ടനാടിനെ മൊത്തത്തിൽ, ആലപ്പുഴയെ മൊത്തത്തിൽ ബാധിക്കുന്നതാണ് ഈ കടൽക്ഷോഭം എന്ന് പറയുന്നത്. കാരണം വെള്ളം വളരെ കുറച്ച് മാത്രമേ തോട്ടപ്പള്ളി പുഴയിലൂടെ കടലിലേക്ക് പോവുകയുള്ളൂ. ഈ മഴയ്ക്കൊപ്പം എത്തുന്ന അതിശക്തമായ കാറ്റാണ് ആലപ്പുഴയിലെയും വില്ലൻ. ഈ മരങ്ങളൊക്കെ വ്യാപകമായ രീതിയിൽ കടപുഴകി വീഴുന്നുണ്ട്. ഇലക്ട്രിക് പോസ്റ്റുകൾക്ക് മുകളിലേക്കും ഒപ്പം തന്നെ റെയിൽവേയുടെ വൈദ്യുതി കമ്പികളുടെ മുകളിലേക്കും ഒക്കെയാണ് ഇത് വീഴുന്നത്. ഇന്ന് രാവിലെ അത്തരത്തിൽ റെയിൽവേ ട്രാക്കിന് മുകളിലേക്ക് വലിയൊരു കൊന്നത്തെങ്ങ് ഉരുണ്ട് വീഴുകയുണ്ടായി. അതുകൊണ്ട് ആ വൈദ്യുതി കമ്പി പൊട്ടി 1 മണിക്കൂറിലധികമാണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടത്. തെക്കോട്ടും വടക്കോട്ടുമൊക്കെയുള്ള ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. കണ്ണൂരിലേക്കുള്ള ജനശതാബ്ദി 1 മണിക്കൂറിലധികമാണ് ആലപ്പുഴയിൽ പിടിച്ചിട്ടത്. വളരെ വേഗത്തിൽ തന്നെ അത് പ്രശ്നങ്ങൾ പരിഹരിച്ച് ട്രെയിൻ ഗതാഗതം ആരംഭിക്കുകയും ചെയ്തു. പൊതുവെ ആലപ്പുഴയിൽ ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്യുന്നില്ല. പക്ഷേ അന്തരീക്ഷം മേഘാവൃതമാണ്. ഏത് നിമിഷം വേണമെങ്കിലും അതിശക്തമായ കാറ്റോടുകൂടി മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് ആലപ്പുഴയുടെ മഴ സാഹചര്യം. രഘുനാഥ് നാരായണനാണ് ആ വിവരങ്ങൾ നൽകിയത്.